രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ ബി.ജെ.പി. ശ്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു.പിയിൽ അമ്പേ പരാജയമാണ് ആ വിഷയത്തിൽ ബി.ജെ.പിക്ക് ഉണ്ടായത്. അയോധ്യ നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും ബി.ജെ.പി. എം.പി. സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇതിനിടയിൽ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ബി.ജെ.പിയെ വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ്. യു.പി. സർക്കാരിന് വലിയ തിരിച്ചടിയായി അത് മാറിയിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് SIT കൈമാറിയെന്ന വിവരം പുറത്തുവരുന്നു. അയോധ്യ വിട്ടുപോകരുത് എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾക്ക് SITയുടെ നിർദ്ദേശമുണ്ട്. ഏതാണ്ട് 60 കിലോ വെള്ളിക്കെട്ടുകൾ കാണാനില്ല സംഭാവനയായി കിട്ടിയത് എന്ന് വ്യാപാരികൾ ആക്ഷേപമുന്നയിച്ച പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല, ഏതാണ്ട് 1400ഓളം കോടി രൂപയുടെ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും സംശയനിഴലിലാണ് രാമക്ഷേത്ര ട്രസ്റ്റ്. വിശ്വാസികൾക്ക് വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഇത് പൊറുക്കാവുന്ന ഒരു തെറ്റല്ല. കാരണം വിശ്വാസികളുടെ വലിയൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ വലിയ തോതിൽ വഞ്ചന സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. യു.പി. സർക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? രഞ്ജിത്ത്, അക്ഷരാർത്ഥത്തിൽ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ ആഴവും വലിപ്പവും എത്ര എന്ന് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതായത് ചുരുങ്ങിയത് 200 കോടിക്കും 1400 കോടിക്കും ഇടയിലുള്ള വലിയ ഒരു തട്ടിപ്പ്, അതായത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്ന അനുമാനത്തിലേക്കാണ് ഇപ്പോൾ SIT എത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. SITയെ കുഴപ്പിക്കുന്നത് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ 2020 ആണ് ആരംഭിച്ചത്. അതിനുശേഷം ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലായി പലരിൽ നിന്നായി, അതായത് ചെറുതും വലുതുമൊക്കെയായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ പല തരത്തിലാണ് സംഭാവനകളായി എത്തിയിട്ടുള്ളത്. അതിലെത്ര കോടിയാണ് തട്ടിച്ചത് എന്നതിൻ്റെ കണക്കുകൾ വ്യക്തമല്ല, രേഖകൾ ഇല്ല എന്നതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്ത് തന്നെയാണ് എങ്കിലും ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികൾ ഒരു കാരണവശാലും അയോധ്യ വിട്ടു പോകരുത് എന്ന കർശന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഈ SITയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ജ്വല്ലറി അസോസിയേഷൻ അവർ 60 കിലോയുടെ ഒരു വെള്ളിക്കട്ട ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ കല്ലിടീൽ ചടങ്ങിന് വേണ്ടി നൽകിയതാണ്. ഈ ക്ഷേത്ര ട്രസ്റ്റ് ഈ വെള്ളിക്കട്ട നൽകിയതുമായി ബന്ധപ്പെട്ട് രസീത് ഈ അസോസിയേഷന് നൽകിയിട്ടുണ്ടെങ്കിലും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ രേഖകളിൽ ഒരിടത്തു പോലും ഇങ്ങനെ ഒരു വെള്ളിക്കട്ട നൽകിയതോ അല്ലെങ്കിൽ ഈ സംഭാവന സ്വീകരിച്ചോ എന്നോ ഡോക്യുമെൻ്റ് ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഷ്ടദ്രവ്യങ്ങൾ പതിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കല്ലുകൾ, ഇഷ്ടികകൾ 1250 ഇഷ്ടികകൾ കാണാതായിട്ടുണ്ട് എന്നതാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ അത് കോടിക്കണക്കിന് രൂപ വില വരുന്നവയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ക്ഷേത്രം ട്രസ്റ്റ് വാങ്ങിയിട്ടുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇടത്ത് തന്നെ ഏതാണ്ട് 67 ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം ട്രസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഈ ഭൂമിയുടെ വില പല ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കാണിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ തന്നെ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കേവലം 2 കോടി രൂപയ്ക്ക് വാങ്ങിച്ച ഭൂമി തൊട്ടടുത്ത ദിവസം ക്ഷേത്രം ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത് 18 കോടി രൂപയ്ക്കാണ് എന്നതാണ്. അതായത് ഒരു ദിവസം കൊണ്ട് മാത്രം 1 ഏക്കർ ഭൂമിയുടെ വില 2 കോടിയിൽ നിന്ന് 18 കോടിയിലേക്ക് ഉയർന്നു എന്നതാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ, അതായത് ഈ ഭൂമി വിറ്റ ഈ മാഫിയകളുമായി ധാരണയിലേക്ക് എത്തി അങ്ങനെ തുക അടിച്ചു മാറ്റിയിട്ടുണ്ട്. കമ്മീഷൻ പോലെ തുക അടിച്ചു മാറ്റുകയും അങ്ങനെ ഭൂ ഉടമകൾക്ക് വളരെ ചെറിയ ഒരു തുകയായിരിക്കണം നൽകിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് അടക്കം ഇത്തരത്തിൽ ഏക്കർ കണക്കിന് ഭൂമി ട്രസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു വാങ്ങി എന്നതാണ് രേഖകളിൽ കാണിക്കുന്നത്. ഒപ്പം വെള്ളി മാത്രമല്ല, സ്വർണവും രത്നവും ഉൾപ്പെടെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിരവധി വിശ്വാസികൾ ആണ് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള പണവും ഇതര വസ്തുക്കളും ഒക്കെയായി സംഭാവന നൽകിയിട്ടുള്ളത്. ഈ സംഭാവനകളുടെ വലിപ്പം സംബന്ധിച്ചാണ് ഇപ്പോൾ SITക്ക് പോലും അവ്യക്തത തുടരുന്നത്. കാരണം പലതിനും രേഖകളില്ല എന്നതും അതോടൊപ്പം തന്നെ CCTV പോലെയുള്ള ദൃശ്യങ്ങളില്ല എന്നതും ഏത് വഴിയാണ് ഈ സംഭാവനകൾ എത്തിയത് എന്നതിനൊക്കെ ഒരു രേഖകളും ഈ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പക്കലില്ല. വളരെ ചെറിയ ഒരു തുകയുടെ രേഖകൾ മാത്രമാണ് ഇപ്പോഴും ട്രസ്റ്റിൻ്റെ പക്കൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള
തിരിച്ചടി BJPക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. ഇത് വിശ്വാസികളുടെ ഒരു പ്രശ്നമാണ്. വിശ്വാസികളെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് UPയിൽ. ഇത് വലിയൊരു വിഷയമായി പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുമുണ്ട്.